ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത കാരണം പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറി. മരങ്ങൾ പൊട്ടി വീണും മതിലിടിഞ്ഞും നാശനഷ്ടം ഉണ്ടായി. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ ഓവുചാൽ നിർമ്മാണം പാതയോരത്തെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയോട് ചേർന്ന അന്തൂഞ്ഞി, നാഗരാജ്, സുനിൽ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. മംഗൽപാടിയിൽ പുഷ്പാകരയുടെ വീട്ടുകിണർ തെങ്ങു കടപുഴകി വീണു ഭാഗികമായി തകർന്നു. വോർക്കാടി പാത്തൂരിലെ അബ്ദുൾ മദനിയുടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. കാഞ്ഞങ്ങാട് ചിത്താരി മുക്കൂടും വീടിന് മുകളിൽ മതിൽ ഇടിഞ്ഞു വീണു. മുക്കൂട് സൗത്തിലെ TP ഖാലിദിന്റെ വീട്ടിലാണ് മതിലിടിഞ്ഞു വീണത്. ഹൊസങ്കടി MM പ്ലാസ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള ഒരു വീടാണ്. ഏകദേശം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടുണ്ട്. കാരണം റെയിൽവേ അവിടെ വെള്ളം പോകാത്ത ഒരു കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈവേൻ്റെ മൊത്തം വെള്ളം വീടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിനടിയിൽ വീഴാവാൻ സാധ്യതയുണ്ട്. വളരെ അപകടകരമാണ്. വീട്ടിന് മൊത്തം വെള്ളം ഇലക്ട്രിക് വയറോ ബാക്കി എന്തെങ്കിലും വലിയൊരു അപകടം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. കുട്ടികൾ സ്കൂൾ മദ്രസ കാര്യങ്ങളൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ്. വെള്ളം കിടക്കുന്നത്. അടിയന്തരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വൻ അപകടത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. കനത്ത കാറ്റും മഴയിലും മൊഗ്രാൽ പുത്തൂരിൽ സർവീസ് റോഡിലേക്ക് മരം പൊട്ടി വീണു. മഞ്ചേശ്വരം ഉദ്യാവര, ബദിയടുക്ക, പള്ളത്തടുക്ക, നീർച്ചാൽ, കിള്ളിങ്കാരു, എത്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ നാശനഷ്ടമുണ്ടായി. കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ നിലം പതിച്ചത് കാരണം ജില്ലയിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വരും ദിവസങ്ങളിലും മഴ ശക്തമായ ജില്ലയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.